തിരുവനന്തപുരത്ത് വ്യാജ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത ദലിത് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി. പേരൂർക്കട എസ്ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രൂരപീഡനത്തിന്റെ വിവരങ്ങൾ മീഡിയ വൺ ഓൺലൈൻ വാർത്തയ്ക്ക് പിന്നാലെയാണ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഡിജിപി അന്വേഷണം പ്രഖ്യാപിച്ചത്. എസ്ഐയെ സസ്പെൻഡ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും 2 പോലീസുകാർക്കെതിരെ കൂടി നടപടി വേണമെന്നും ബിന്ദു പ്രതികരിച്ചു. വളരെ സന്തോഷമുണ്ട്. എന്നെ അത്രയും കൂടുതൽ ചെയ്തതിനോട്. നീതി ലഭിച്ചോ? പരാതികളുമായി മുന്നോട്ട് പോയി തന്നെ ചെയ്യും. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഒടുവിൽ നീതി ലഭിച്ചിരിക്കുകയാണ് ബിന്ദുവിന്. പക്ഷേ അവർ പറയുന്നുണ്ട് എസ്ഐക്കെതിരെ മാത്രം നടപടിയെടുത്തതുകൊണ്ട് കാര്യമില്ല എന്ന്. ഇനിയും ആളുകൾ ഉണ്ട് എന്നാണോ, പോലീസുകാരുണ്ട് എന്നാണോ ബിന്ദു പറയുന്നത്? പ്രതികരണം എങ്ങനെയായിരുന്നു? അതെ അമൃത, 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇതിനകത്തുണ്ട്. അവർ കൂടി മാനസികമായ വലിയ പീഡനമാണ് നടത്തിയത്. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും തനിക്ക് തോന്നിപ്പോയി എന്നാണ് ബിന്ദു അല്പസമയം മുമ്പ് നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കണ്ട് ആദ്യം പരാതി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. കാരണം പി ശശി ഇത് വായിച്ചു നോക്കിയില്ല, മാത്രമല്ല കോടതിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് ബിന്ദു പറഞ്ഞത്. ഇത് വലിയ വിവാദമായി മാധ്യമങ്ങളിൽ വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന എസ്ഐ പ്രസാദിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. സസ്പെൻഷനാണ് പ്രസാദിന് നൽകിയിരിക്കുന്നത്. കൂടുതൽ പരിശോധന നടന്നു വരികയാണ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നു വരുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ ഉണ്ടാകും. അതായത് 2 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ക്രൂരമായി മനസാക്ഷിയില്ലാതെ ഇടപെട്ടയാൾ എസ്ഐ ആണ്. കാരണം വെള്ളം ചോദിച്ചപ്പോൾ 20 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ്. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കൂ എന്ന് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ എസ്ഐക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. പോലീസ് പറയുന്ന വിശദീകരണം കന്റോൺമെന്റ് എസിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ്. പക്ഷേ ഓമനയുടെ കുടുംബം നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നില്ല. കാരണം ഇതിന് കാരണക്കാരായ ആൾക്കാരുണ്ട്, കള്ളപ്പരാതി നൽകിയ ആൾക്കാരുണ്ട്. ഈ അമ്പലമുക്കിൽ ജോലി ചെയ്ത വീട്ടിലെ ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ 2 പെൺമക്കളും, അവർക്ക് 3 പേർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അഭിഭാഷകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസിൽ പരാതി നൽകണോ അതോ കോടതിയെ നേരിട്ട് സമീപിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും 20 മണിക്കൂറോളം നിന്ന മാനസിക പീഡനം, ആ മാനസിക പീഡനത്തിന് അവർക്ക് മറ്റൊന്നു കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയില്ല എങ്കിലും അവർക്ക് കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം മാനസിക വിഷമമാണ് അവർ നേരിട്ടത്. നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട്, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അപമാനിക്കപ്പെടുന്നതാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻസൾട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് സിനിമയിൽ പറയാം. പക്ഷെ അത് അനുഭവിക്കുന്ന മനുഷ്യന്റെ വേദന അത് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഒരു ഘട്ടത്തിൽ, ഞാൻ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത്, ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു പോയി, എന്റെ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് എന്നാണ് പറഞ്ഞത്. അത്രയും മാനസിക പീഡനം നേരിട്ട്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഒരു എസ്ഐക്കെതിരെ നടപടി ഉണ്ടാകുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ വീട്ടുടമയ്ക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യമാണ് ബിന്ദു മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടം ഉണ്ടാവുകയും ചെയ്യും. അമൃത. ശരി, സേഫ്.